കഴിഞ്ഞ ആഴ്ചയിലെ 1 മിനിറ്റ് ഹോമിലി കണ്ടവരാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ലെറ്റ്സ് നോട്ട് ഗെറ്റ് കോംപ്രമൈസ് ടു സിൻ എന്നാണ്. എന്നാൽ ഈ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുന്ന ഒരു സുവിശേഷ ഭാഗം കാണുന്നുണ്ട്. അവിടെ ഈശോ പറയുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ വിധിക്കട്ടെ എന്നാ. ഈശോ പറയണ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, നിങ്ങളും വിധിക്കാനൊന്നും പോണ്ട. എന്നാൽ ഈ വചനഭാഗത്തിൽ ഈശോ അവസാനം അവളോട് പറയുന്നത് എന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ സമാധാനത്തിൽ പൊക്കോ, മേലിൽ പാപം ചെയ്യരുത്. തമ്പുരാൻ പാപമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല, പക്ഷെ പാപിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. നമ്മളോടും വചനത്തിൽ പറയുന്നത് ഇതാണ്, നമ്മൾ പാപികളാണ്, ഞാനും പാപികളാണ്, ഈ കേൾക്കുന്ന നിങ്ങളും പാപികളാണ്. നമ്മളെല്ലാവരും പലതരത്തിലും പല സാഹചര്യങ്ങളിലും പാപം ചെയ്യുന്നുണ്ട്. പാപത്തോട് കോംപ്രമൈസ് വേണ്ട. എന്നാൽ നമുക്ക് പാപികളോട് കോംപ്രമൈസ് ചെയ്തൂടെ? അവരെല്ലാം നന്മയുള്ള കുറെ മനുഷ്യരല്ലേ. അവർക്ക് ഇനിയും നമുക്കൊക്കെ ഇനിയും ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളില്ലേ? അതുകൊണ്ടാണ് വചനത്തിൽ ഈശോ പറയുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ വിധിക്കട്ടെ. പാപത്തെ വിധിക്കാം, പക്ഷെ പാപിയെ വിധിക്കരുത്. കാരണം എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പാപം ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും എത്ര വലിയ പാപമാണെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട്. ഏതൊരു വിശുദ്ധനും പാപിയാകാനും ഏതൊരു പാപിക്കും വിശുദ്ധനാകാനും ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരവസരമുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.